ജൂതവിരോധത്തിന്റെ ആഴം. ഈ പശ്ചിമേഷ്യൻ പ്രശ്നം തുടങ്ങിയതിനു ശേഷം ഇസ്ലാമിക പണ്ഡിതന്മാര് അവരുടെ ന്യായീകരണങ്ങളുമായി മെഴുകിക്കൊണ്ടുള്ള പല മതപ്രഭാഷണങ്ങൾ നമ്മൾ കണ്ടു. ഇവിടെ പവർ പോയിന്റ് പ്രസന്റേഷൻ അല്ലാതെ ചെയ്യുന്നത് കൊണ്ട് ഈ അടുത്ത കാലത്ത് സിംസാറുൽ ഹഖ് ഹുദവിയുടെ ഒരു പ്രഭാഷണത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. ലാ തഖൂമു സാഹ ഹത്താ യുഖാതലൽ മുസ്ലിമൂൻ അൽ യഹൂദിയ. ലോകാവസാനം നടക്കുന്നതിന് മുമ്പ് മുസ്ലിങ്ങൾ ജൂതന്മാരുമായി ഒരു യുദ്ധം നയിക്കും. മുസ്ലിങ്ങൾ അവരെ വധിക്കുക തന്നെ ചെയ്യും. വീണ്ടും സിംസാറുൽ ഹഖ് തുടരുന്നു. ഗർഗദമരം മില്യൺ കണക്കിന് ഇന്ന് ഇസ്രായേൽ അവിടെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ലോകത്ത് എത്രമാത്രം മരങ്ങളുണ്ട്, എന്നാൽ അവയൊന്നും വെച്ചുപിടിപ്പിക്കാതെ ഗർഗദമരം തന്നെ വെച്ചുപിടിപ്പിക്കാൻ കാരണം അത് അവരെ രക്ഷിക്കുന്ന മരമാണെന്ന് ജൂതന് വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഇതാണ് ഒരുപക്ഷെ ഈ വർഷത്തെ ഏറ്റവും നല്ല കോമഡിയായി എനിക്ക് തോന്നുന്നത്. കാരണം അവര് സൈന്യം കൊണ്ടും ആയുധം കൊണ്ടൊന്നും അല്ല രക്ഷപ്പെടാൻ നോക്കുന്നത്, മറിച്ച് ഉടനീളം ഗർഗദമരം വെച്ചുപിടിപ്പിച്ചുകൊണ്ട് അതിന്റെ പിന്നാമ്പുറത്ത് ഒളിക്കാനുള്ള ഒരു വിപ്രാളമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. 6-ാം നൂറ്റാണ്ടിലെ പൊട്ടക്കഥകളുടെ പിന്നാലെ പോയി സ്വയം ജീവിതം ബലിയാടാക്കുന്ന ഒരു വിഭാഗം. പിന്നെ അതിനുശേഷം നമ്മൾ കണ്ടോ, ഇതിന് പശ്ചാത്തലമായ ഒരു ഹദീസാണ് ഞാൻ വായിക്കുന്നത്. അതായത് എന്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസ്. അബൂ ഹുറൈറ നിവേദനം. നബി പറഞ്ഞു, മുസ്ലിം ജൂതന്മാരോട് യുദ്ധം ചെയ്യുകയും അവരെ വധിക്കുകയും ചെയ്യുന്നതുവരെ അന്ത്യനാൾ ഉണ്ടാവുകയില്ല. ജൂതന്മാർ കല്ലിന്റെയും മരത്തിന്റെയും പിന്നിൽ ഒളിക്കുകയും ആ കല്ലും മരവും ഇങ്ങനെ വിളിച്ചു പറയുകയും ചെയ്യും, ഏയ് മുസ്ലിം, അള്ളാഹുവിന്റെ ദാസ, എന്റെ പിറകിൽ ഒരു ദൂതനുണ്ട്, വന്ന് അവനെ വധിക്കൂ. എന്നാൽ ഗർഗദ് മരം മാത്രം അങ്ങനെ പറയില്ല, കാരണം അത് ജൂതന്മാർ ഉണ്ടാക്കിയതാണ്. ഇത് മുസ്ലിമിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഹദീസുകളുമുണ്ട്. മുസ്ലിം 29-22, ബുഹാരി 29-26, അങ്ങനെ എല്ലാ ഹദീസിലും പറഞ്ഞ ഒരു സംഭവമാണിത്. അതായത് ഈ മുസ്ലിമിനെ പേടിച്ച് ജൂതൻ ഒളിച്ചിരിക്കുന്ന ആ ഗർഗദ് മരത്തിന്റെ വേരുകൾ കുഴിച്ച് ജൂതവിരോധം എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന സത്തയിലേക്ക്, അടിസ്ഥാന കാരണത്തിന്റെ ആഴങ്ങളിലേക്കാണ് ഇനി നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അലിയാർ ഖാസിമി അടുത്ത കാലത്ത് പറഞ്ഞു, 1948 വരെ ലോകം മുഴുവൻ ചിതറിക്കിടന്ന ആ ജനതയെ പടച്ച തമ്പുരാൻ കൊണ്ടുവന്ന ബാൾബർ പ്രഖ്യാപനത്തിലൂടെ ഫലസ്തീനികളുടെ മുസ്ലിം ലോകത്തിന്റെ നെഞ്ചത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഈ പ്രവചനം യാഥാർത്ഥ്യമാവാൻ, ഈ ഹദീസ് പുലരാൻ. അതായത് അറബ് രാഷ്ട്രങ്ങളുടെ നടുവിൽ വെച്ച് ലോകത്തുടനീളം ചിതറിക്കിടന്ന ഒരു ജനതയെ അറബ് രാഷ്ട്രങ്ങളുടെ നടുവിലേക്ക് എത്തിച്ചത് അത് അള്ളാഹുവിന്റെ ഒരു കുദറത്താണ്. കാരണം ഈ ഹദീസ് പുലരണമെങ്കിൽ ലോകാവസാനത്തിന് മുമ്പേ എല്ലാ ജൂതന്മാരെയും കൊന്നൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ബാൾബർ പ്രഖ്യാപനത്തിലൂടെ 1948 ഇസ്രായേലിനെ അവിടെ കുടിയിരുത്തിയത് എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ. പിന്നെ നമ്മൾ കേട്ടു റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ കുറച്ചു മുമ്പുള്ള പ്രഭാഷണം. ജ്യൂസ് കുടിക്കരുത്, ജൂതന്മാർ, ജ്യൂസ് എന്നൊരു വർഗമുണ്ടല്ലോ, ജൂതന്മാർ, അത് നമ്മുടെ ശത്രുക്കളല്ലേ, ജൂതന്മാർ കണ്ടുപിടിച്ചതാണ്, അതുകൊണ്ട് ജ്യൂസ് കുടിക്കരുത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഒരു ജൂതൻ പോലും ഇല്ലാത്ത, ഒരു പക്ഷേ കേരളത്തിൽ അല്ലെ അത്തരം നാടുകളിൽ ഒരിക്കലും ഒരു ജൂതനെ പോലും കാണാത്ത ജനങ്ങൾ വരെ ജൂതനെതിരായിട്ട് നിരന്തരം പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു. കൊച്ചുകുട്ടികൾ വരെ ഈ മദ്രസകളിലൊക്കെ ഈ ജൂതവിരോധത്തിന്റെ വിത്തുകൾ പാകിക്കൊണ്ടിരിക്കുന്നു. കാരണം അത് ഇനിയും സോഫ്റ്റ്വെയർ മാറ്റിവെച്ചിട്ടില്ലാത്ത, ജന്മം കൊണ്ട് മതവൽക്കരിക്കപ്പെട്ട 6-ാം നൂറ്റാണ്ടിന്റെ തലച്ചോറിന്റെ പ്രശ്നമാണ്. ഇനി നമ്മളെ പശ്ചിമേഷ്യൻ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. അതായത് 2023 ഒക്ടോബർ 7-ാം തീയതി 6 മണിക്ക് ഇസ്രായേലിലെ നേരം പുലരുമ്പോഴേക്കും ആയിരക്കണക്കിന് മിസൈലുകൾ ഹമാസ് തൊടുത്തുവിട്ടു. ഇസ്രായേലിന്റെ ചാരക്കണ്ണുകളായ മൊസാദിനെയും അതേപോലെ അയൺ ഡോം സിസ്റ്റത്തിനെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് മിസൈലുകൾ പാഞ്ഞു വരുന്നു. അതിർത്തി വേലികൾ ലംഘിച്ച് 1200ഓളം പേരെ ബന്ദികളാക്കി തട്ടിക്കൊണ്ടുപോകുന്നു. കണ്ണിൽ കണ്ടവരെയെല്ലാം അവരുടെ രാജ്യം, മതം, ജാതി, ലിംഗം ഇവയൊന്നും നോക്കാതെ കണ്ണിൽ കണ്ടവരെല്ലാം കൊന്നൊടുക്കുന്നു. ഒരു മടിയുമില്ലാതെ, ഒരു തെറ്റും ചെയ്യാത്ത കുറെ ജനങ്ങളെ ഇങ്ങനെ പച്ചയ്ക്ക് കൊല്ലണമെങ്കിൽ അതിന്റെ പേരാണ് തീവ്രവാദം. ഒരു
ഹമാസ് സൈനികനെ പിടിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം കണ്ണിൽ കണ്ടവരെല്ലാം കൊന്നൊടുക്കുക എന്നായിരുന്നു എന്ന്. അങ്ങനെ അവർ 1200ഓളം പേരെ ബന്ദികളാക്കി കൊണ്ടുവന്നു. അതിനുശേഷം ഇസ്രായേലിന്റെ പ്രത്യാക്രമണം വന്നു. ഇസ്രായേൽ തിരിച്ചടക്കുന്നു. കരവ്യോമമാർഗങ്ങളുടെ ഗാസയെ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ഇതിൽ ഇതുവരെ 16,000-ലധികം ആൾക്കാർ മരിച്ചു. 6,000-ലധികം ഒന്നും അറിയാത്ത പിഞ്ചുകുട്ടികൾ മരിച്ചു. ഇതുവരെ ഒരു ജീവിതം കൊണ്ട് കെട്ടിപ്പൊക്കിയ സമ്പാദ്യങ്ങളെല്ലാം തകർന്നു വീണടിഞ്ഞ് ഭക്ഷണവും വെള്ളവും പോലും ഇല്ലാതെ ഗാസക്കാർ വിലപിക്കുന്നു. ഒരുപക്ഷെ 10,000-ലും അധികം ആൾക്കാർക്ക് പരിക്ക് പറ്റി. ഞാൻ പറഞ്ഞു വരുന്നത്, ഹമാസിന് ഇത് കൃത്യമായിട്ട് അറിയാമായിരുന്നു. കാരണം ഇസ്രായേൽ എങ്ങനെ തിരിച്ചടിക്കുമെന്ന്. 1948-ലെ യുദ്ധത്തിൽ, അതേപോലെ തന്നെ 1967-ലെ 6 വാർ യുദ്ധത്തിൽ, അതേപോലെ അതിനുശേഷമുള്ള എല്ലാ ഇസ്രായേലിന്റെ പ്രത്യാക്രമണങ്ങളും എങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഹമാസ് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ മാത്രമാണ് ഇത്തരം ഒരു പ്രവർത്തിക്ക് മുതിർന്നത്. കാരണം ഹമാസിന്റെ ലക്ഷ്യം ഫലസ്തീൻ ജനതയുടെ മോചനമല്ല, സമാധാനമല്ല, മറിച്ച് 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് പറഞ്ഞു പോയ മതം നടപ്പിലാക്കുക എന്നത് തന്നെയാണ്. മാത്രമല്ല, മുഹമ്മദിന്റെ സാമ്രാജ്യ മോഹത്തിന്റെ ഫലമാണ് ഇന്ന് ഫലസ്തീനിൽ മരിച്ചു വീഴുന്ന ഓരോ സാധാരണക്കാരനും. ഇനി നമുക്ക് ജെറുസലേമിലേക്ക് വരാം. അതായത് 3 അബ്രഹാമിക് മതങ്ങളുടെയും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ജെറുസലേം. ഈ 3 സെമിറ്റിക് മതങ്ങളും പറയുന്നു അവരുടെ പുണ്യസ്ഥലമാണ്, അവരുടെ വിശിഷ്ട സ്ഥലമാണ്. 3 മതങ്ങളും ആദിപിതാവായ അബ്രഹാമിന്റെ പിൻതലമുറക്കാരാണ്. പക്ഷെ ഇത്രമാത്രം ദൈവത്തിന്റെ സ്വന്തമായ ഒരു നാടായിരുന്നിട്ടും ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ചരിത്രത്തിലുടനീളം ചോരപ്പുഴ ഒഴുകിയ ഒരു ചരിത്രമാണ് ഈ ജെറുസലേമിന് പറയാനുള്ളത്. ഇന്നും ആ ചോരപ്പുഴയുടെ ചരിത്രം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കുരിശു യുദ്ധത്തിൽ, ജെറുസലേമിനെ പിടിക്കടക്കാൻ വേണ്ടി നടന്ന കുരിശു യുദ്ധത്തിൽ 2 കോടിയിലധികം ജനങ്ങൾ അവിടെ മരിച്ചു വീണു. അതായത് മതത്തിന്റെ പേരിലാണ് ഇന്ന് ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഈ സെമിറ്റിക് 3 അബ്രഹാമിക് മതങ്ങളുടെയും പുണ്യസ്ഥലമായ, ദൈവത്തിന്റെ പുണ്യസ്ഥലമായ ഈ ജെറുസലേം എന്ന് പറയുന്നത്. ഇനി പശ്ചിമേഷ്യൻ പ്രശ്നത്തിന്റെ കാരണങ്ങളിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ചരിത്രപരമാണ്, രാഷ്ട്രീയപരമാണ്, മതപരമാണ്, വംശീയപരമാണ്. അങ്ങനെ കുറെ കാരണങ്ങൾ ചേർന്നതാണ് പശ്ചിമേഷ്യയുടെ പ്രശ്നം. AD 1-ാം നൂറ്റാണ്ടിൽ റോമ സാമ്രാജ്യത്തിന്റെ ആക്രമണങ്ങൾ തുടങ്ങി. 20-ാം നൂറ്റാണ്ടിന്റെ അർദ്ധശതകത്തിൽ ഹിറ്റ്ലറിന്റെ ഹോളോകോസ്റ്റ് ആക്രമണം വരെ ജൂതന്മാർ ചരിത്രത്തിലുടനീളം വേട്ടയാടപ്പെട്ടു എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഒരുപക്ഷെ ജൂതന്മാരെ വേട്ടയാടിയതിന്റെ അല്ലെങ്കിൽ ആട്ടിയോടിക്കപ്പെട്ടതിന്റെ എല്ലാ കുറ്റങ്ങളും മുസ്ലിങ്ങളുടെ തലയിൽ വെക്കാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം ജൂതന്മാരെ ആദ്യം വേട്ടയാടുന്നത് അല്ലെങ്കിൽ ആദ്യം ആക്രമിക്കുന്നത് ക്രിസ്ത്യാനികളാണ്. കാരണം അവരുടെ പ്രവാചകനായ യേശുവിനെ ഒറ്റുകൊടുത്ത തെമ്മാടികളായിട്ടായിരുന്നു ആ കാലത്ത് ക്രിസ്ത്യാനികൾ ജൂതന്മാരെ കണ്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം റോമ സാമ്രാജ്യത്തിന്റെ ആക്രമണം തൊട്ട് തുടങ്ങി ബാബിലോണിയൻ ആക്രമണം, പേർഷ്യൻ ആക്രമണം, അസീറിയൻ ആക്രമണം, ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ ആക്രമണം, ഓട്ടോമൻ തുർക്കിയുടെ ആക്രമണം, ഇസ്ലാമിക ആക്രമണം തുടങ്ങി ഇത്തരം ആക്രമണങ്ങളിലൂടെ പശ്ചിമേഷ്യയിൽ നിന്ന് ജൂതൻ പല ഭാഗത്തേക്കും, ലോകത്തിന്റെ പല ഭാഗത്തേക്കും ചിതറിപ്പോയി എന്ന് ചരിത്രം. അതിന്റെ ജൂതപീഡനത്തിന്റെ മൂർധന്യം എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ അർദ്ധശതകത്തിൽ ഹിറ്റ്ലറിന്റെ ഭരണത്തോടുകൂടി ആണ് എന്ന് സാരം. ഇനി നമുക്ക് ഹിറ്റ്ലറിലേക്ക് പോകാം. ജയിക്കണമെങ്കിൽ ആരിനായി പിറക്കണം, അല്ലെങ്കിൽ ആരിന്റെ അടിമയായി കഴിയുക, അതുമല്ലെങ്കിൽ മരിക്കുക. ലോകത്തിന്റെ ഭൂപടം ചോര കൊണ്ട് മാറ്റിയെഴുതിയ കൊടും ക്രൂരനായ ഹിറ്റ്ലറിന്റെ വാക്കുകൾ. അതായത് ആര്യ ബോധം പേറി മറ്റ് മനുഷ്യരെ മൊത്തം വെറുത്ത ഹിറ്റ്ലറിന്റെ മനസ്സിൽ ജൂതവിരോധം നുരയിട്ട് പതിച്ചു. ജൂതന്മാരും കമ്മ്യൂണിസ്റ്റുകളുമാണ് തന്റെ രാജ്യത്തെ ഒറ്റുകൊടുത്തത് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരെ കൊന്നൊടുക്കേണ്ടവരാണെന്ന് ഹിറ്റ്ലർ വിധി എഴുതി. ഹിറ്റ്ലറുടെ രഹസ്യ പോലീസായ ഗസ്റ്റപ്പോ
ജൂതർക്കെതിരെയുള്ള ആസൂത്രണങ്ങൾ ആസൂത്രണം ചെയ്തു. 1935 ന്യൂറംബർഗ് നിയമപ്രകാരം ജൂതന്മാരെ ജർമ്മൻ പൗരന്മാരല്ലാതാക്കി മാറ്റി. അവർക്ക് പൗരത്വം നിഷേധിച്ചു. അവർ കടകളിൽ പോകുന്നത് വിലക്കി. അവർ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ പാടില്ലാതായി. അതേപോലെ അവർ പുറത്തിറങ്ങുമ്പോൾ മഞ്ഞ നിറത്തിലുള്ള പ്രത്യേക ചിഹ്നം ധരിക്കണമെന്നു. അവരുടെ ആരാധനകൾ നാസി പടയാളികൾ തകർത്ത് കളഞ്ഞു. അങ്ങനെ ഈ നിയമം ലംഘിക്കുന്നവരെല്ലാം അതിക്രൂരമായി പീഡിപ്പിച്ച് കൊന്നുതള്ളി. 1947 ആകുമ്പോഴേക്കും നാം ഹിറ്റ്ലറിൽ ജൂതനോടുള്ള ശത്രുത, അതായത് ജൂതവംശത്തെ കൊന്നൊടുക്കാനുള്ള പ്രത്യേക മനോഭാവമാണ് നാം കാണുന്നത്. ആദ്യമായിട്ട് ജർമ്മനിയുടെ കിഴക്കൻ അധിനിവേശ മേഖലകളിൽ ബോൾഷെവിക്കുകളെയും യഹൂദരെയും കൊന്നൊടുക്കാനുള്ള ഓർഡർ കൊടുക്കുന്നു. ജർമ്മനിയിലും അധിനിവേശ കേന്ദ്രങ്ങളിലും കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ തുറക്കുന്നു. ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് നിരന്തരമായിട്ട് ജൂതന്മാരെ കൊന്നൊടുക്കുന്നു. ആദ്യമൊക്കെ ചെയ്ത രീതി എന്ന് പറഞ്ഞാല് നിരത്ത് നിർത്തി വെടിവെക്കുക എന്നതായിരുന്നു. പക്ഷേ ജനങ്ങളുടെ അംഗസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുകയും ഇതിന് ചിലവേറുകയും ചെയ്തപ്പോൾ ജർമ്മൻ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പട്ടിണിക്കിട്ടും വിഷവാതവും കടത്തിവിട്ടും ആൾക്കാരെ കൊല്ലാൻ തുടങ്ങി. ഓഷിറ്റ്സ് ക്യാമ്പിൽ മാത്രം 30 ലക്ഷത്തോളം ആൾക്കാരെ ഇങ്ങനെ കൊന്നു എന്ന് ചരിത്രം. ഒരു ദിവസം തന്നെ 56,545 പേരെ മാത്രം അത്ര വരെയൊക്കെ ആൾക്കാരെ കൊന്നു. ഇങ്ങനെ 60 ലക്ഷം ജൂതന്മാർ ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റിലൂടെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പിടഞ്ഞു വീണ് മരിച്ചു എന്ന് സാരം. 1900 ഹിറ്റ്ലർ ഭരണം ഏറ്റെടുക്കുമ്പോൾ 21 യൂറോപ്യൻ നാടുകളിലായി 90 ലക്ഷം ജൂതന്മാർ ഉണ്ടായിരുന്നത്. രണ്ടാം ലോക മഹായുദ്ധം കഴിയുമ്പോഴേക്കും 1944 അത് 60 ലക്ഷം ജൂതന്മാർ കൊന്നു ഒടുക്കി. അതായത് 3-ൽ 2 ജൂതന്മാർ മരിച്ചു എന്ന് സാരം. ഇനി ജൂതന്മാരുടെ ഇന്നത്തെ മണ്ടത്തരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ലോകത്തുടനീളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിതറിത്തെറിച്ചു പോയ ജൂത സമൂഹത്തിന് ഒരു ഒറ്റ രാജ്യം വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഒരു പല സംസ്കാരത്തിൽ പല രാജ്യത്തിൽ ജീവിച്ച ഒരു സമൂഹം, ഒരു ജൂയിസ് മദർലാൻഡ് വേണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ അതിന്റെ ആലോചനകളൊക്കെ നടക്കുന്ന സമയത്ത് അവരുടെ തെരഞ്ഞെടുപ്പാണ് അവരുടെ ഏറ്റവും വലിയ വിഡിതമായി പോയത്. കാരണം അമേരിക്കയും അതേപോലെ ബ്രിട്ടനും അതേപോലെ അർജന്റീനയൊക്കെ അവരുടെ സ്ഥലങ്ങളിൽ അവർക്ക് രാജ്യം സ്ഥാപിക്കാനുള്ള സ്ഥലങ്ങൾ ഓഫർ ചെയ്തെങ്കിൽ കൂടിയും അവർക്ക് 2000 വർഷം പഴക്കമുള്ള ഒരു വിശ്വാസത്തിൽ പുറത്ത് അവരുടെ വാക്തത്വ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ വിലാപമതി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ആ ഭൂമി തെരഞ്ഞെടുത്തു എന്നിടത്ത് തുടങ്ങുന്നു ജൂതന്റെ മണ്ടത്തരം. കാരണം അവസാന ജൂതനും മരിക്കാതെ അവസാന നാൾ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയുടെ നടുക്ക് അറബ് രാഷ്ട്രങ്ങളുടെ ഇടയിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ അലിയാർ ഖാസിമിയൊക്കെ പറഞ്ഞ പോലെ അതിനു വേണ്ടിയാണ് അവരെ കൊല്ലാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് അറബ് രാഷ്ട്രങ്ങളുടെ ഇടയിലേക്ക് അവരെ കുടിയിരുത്തിയത് എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയുടെ ഒരു അറബ് സമൂഹത്തിന്റെ ഇടക്ക് അവർ അവരുടെ വാക്തത്വ ഭൂമിയിലേക്ക് എത്തി അല്ലെങ്കിൽ അത് തെരഞ്ഞെടുത്തു എന്നാണ് അവരുടെ ഏറ്റവും വലിയ മണ്ടത്തരം. അതായത് ഇവര് ബാർബേറിയൻസ് ആയ ഈ അറബികളുമായി ചേർന്നിട്ടായിരുന്നു അവരാദ്യം ഒരു രാജ്യം സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ ഒരു കാരണവശാലും ഈ മുസ്ലിങ്ങളുമായി യോജിച്ചു പോകാത്ത വെറുക്കപ്പെടേണ്ടവരായ ഇവരുമായിട്ട് ഇവരുടെ നടക്ക് ഇങ്ങനെ ഒരു രാജ്യം സ്ഥാപിച്ചു എന്ന് തുടങ്ങുന്നു ജൂതന്റെ മണ്ടത്തരം. ഇനി നമ്മൾ ഇസ്രായേലിലേക്ക് പോവുകയാണെങ്കിൽ ഇസ്രായേലിലെ ഇസ്രായേലിന്റെ രൂപീകരണ ചരിത്രമല്ല ഞാൻ പറയുന്നത്, കാരണം അതിന്റെ വിഷയമല്ല, മാത്രമല്ല അതിന്റെ സമയം ഇവിടെ അനുവദിക്കുന്നില്ല, ആ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഇസ്രായേലിന്റെ ഇന്നത്തെ സ്ഥിതിയിലേക്കാണ് ഞാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ഖുർആനിലുടനീളം ബനോ ഇസ്രായേൽ എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ബനോ ഇസ്രായേൽ? അതായത് അബ്രഹാം, അതായത് ഇബ്രാഹിം നബി ഇറാഖിൽ ജനിച്ച ഇബ്രാഹിം നബി ദൈവകൽപ്പന പ്രകാരം കാനാൻ ദേശത്തേക്ക് പോവുകയും അവിടെ വെച്ച് കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അത് മകൻ ഇസ്ഹാക്കിന്റെ മകന് യാക്കൂബിന്റെ ഒരു അപരനാമമാണ് ഇസ്രായേൽ. അത് യാക്കൂബിന് 12 കുട്ടികളുണ്ട്. ആ 12 കുട്ടികളുടെ വംശ പരമ്പരകളുടെ പേര് ആണ് ശരിക്കും ബനോ ഇസ്രായേൽ എന്ന് പറയുന്നത്. അതായത് ഇസ്രായേൽ ഇന്നത്തെ അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഒരു ജൂത സമൂഹം ജീവിക്കുന്ന രാഷ്ട്രമാണെങ്കിൽ കൂടി അതൊരു മതേതര രാജ്യമാണ്, ഒരു ബഹുസ്വര രാജ്യമാണ്, ഒരു ജനാധിപത്യ രാജ്യമാണ്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ കഴിഞ്ഞ 2023 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ്. അതുപോലെ കൃഷി, ആരോഗ്യം, വ്യവസായം, ടെക്നോളജി ഇതിലെല്ലാം വളരെ മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ്. അവിടെ 18% മുസ്ലിങ്ങൾ വസിക്കുന്നുണ്ട്. പാർലമെന്റ് അംഗങ്ങളും അതേപോലെ തന്നെ ജഡ്ജികൾ, സുപ്രീം കോടതി ജഡ്ജിമാർ വരെ അവിടെ മുസ്ലിങ്ങളുണ്ട്. അവിടെ ഗാസയിലുള്ള 18,000 പേർക്ക് വർക്ക് പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കിയാലും അവിടുത്തെ മുസ്ലിങ്ങൾ നോക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ തീർത്തും സുരക്ഷിതരാണ്. മുസ്ലിങ്ങൾക്ക് മറ്റ് ഇസ്ലാമിക
ഇസ്ലാമിനെ പോലെ അല്ലെ മറ്റ് ഇസ്ലാം പറഞ്ഞ പോലെ മറ്റും ജസിയ കൊടുക്കേണ്ടി വരുന്നില്ല. അവര് പ്രത്യേകമായിട്ട് അവരോട് ജൂതന്മാർ വിരോധം പുലർത്തുന്നില്ല. മുസ്ലിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു വർഗീയതയില്ല. അവർക്ക് സ്വത്വബോധമുണ്ടെങ്കിൽ കൂടി അത് മറ്റ് ഒരു മതസമൂഹത്തിന്റെ തലയിൽ കയറുന്ന ഒരു വർഗീയതല്ല. പക്ഷെ നിരന്തരമായ ആക്രമണങ്ങൾക്ക് വിധേയമാവുന്നത് കൊണ്ട് ഒരുപക്ഷെ ജൂതന്റെ മനോഭാവം മാറിയെന്ന് മാത്രം. യുഎൻഒയുടെ അണ്ടറിലാണ് അവരുടെ സോളമൻ ടെമ്പിൾ, അതായത് ടെമ്പിൾ മൗണ്ട് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ അവിടെ സ്ഥാപിച്ച AD 637 അവിടെ സ്ഥാപിച്ച അൽ-അഖ്സ പള്ളിയൊന്നും തകർത്തുകൊണ്ട് അവർക്ക് അവരുടെ ആരാധന സ്ഥാപിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അത്തരം മതഭ്രാന്തൊന്നും ഇല്ല അവർക്ക്. ഒരുപക്ഷെ അവിടുത്തെ ഒരുപാട് ആൾക്കാർ ജൂതന്മാരാണെങ്കിൽ കൂടിയും മതവിശ്വാസത്തിന് പ്രാധാന്യം നൽകാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇന്നത്തെ ആ ജൂയിസ് രാഷ്ട്രം എന്ന് സാരം. ഇനി നമ്മൾ ഇസ്ലാമിന്റെ ജൂതവിരോധത്തിന്റെ അടിസ്ഥാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോരുമ്പോൾ മദീന ജൂതന്മാരുടെ രാജ്യമായിരുന്നു. അതായത് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മതവിപുലീകരണമാണ് മുഹമ്മദ് സ്വപ്നം കണ്ടിരുന്നത്. അതിൽ ജൂതന്മാരിൽ മുഹമ്മദിന് അമിത പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അത് ആ കാലത്ത് മുഹമ്മദിന്റെ പ്രവർത്തികളിലെ ഖുർആനിലൊക്കെ വായിച്ചാൽ തന്നെ ഇവരുടെ വിശ്വാസങ്ങളുമായി കൂട്ടിയിണക്കിക്കൊണ്ട് ഉള്ള സംഭവങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. ഈ മുഹമ്മദിന്റെ പ്രവാചകത്വം അംഗീകരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഥമനലാണ് മുഹമ്മദ് അവിടെ നടത്തിയെന്ന് സാരം. നമ്മൾ നോക്കുകയാണെങ്കിൽ ആകാശയാത്രയിൽ ജൂതന്മാരുടെ പുണ്യ സ്ഥലമായ ഗോൾഡൻ ടെമ്പിൾ, അന്ന് മസ്ജിദുൽ അക്സ ഇല്ല, ഗോൾഡൻ ടെമ്പിളിൽ ചെന്നു എന്നൊരു കഥ മെനഞ്ഞു. അതേപോലെ തന്നെ അവിടെ ചെന്ന് ജൂത പ്രവാചകനായ മോസസിനെ കണ്ടു എന്ന കഥ മെനഞ്ഞു. ആ കാലത്ത് നിസ്കാരത്തിന് തിരിഞ്ഞു നിൽക്കുന്നത് സോളമൻ ടെമ്പിളിലേക്കായിരുന്നു. പിന്നെയാണ് കബാലയത്തിലേക്ക് മാറ്റിയത്. അതും ജൂതന്മാരുടെ ആ കഥയിലേക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ ഖുർആനിലുടനീളം മോശക്കഥകൾ നിരന്തരം ആവർത്തിക്കുന്നുണ്ട്. അവരുടെ ബാങ്ക്, നോമ്പ്, അതേപോലെ തന്നെ നിസ്കാരം, ഇതൊക്കെ അനുവർത്തിക്കുന്നു. ഇതൊക്കെ മുഹമ്മദ് ഈ ജൂതന്മാരിലെ അമിത പ്രതീക്ഷ പുലർത്തുകയും അവരുടെ വിശ്വാസത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു മതവ്യാപനമാണ് ഉദ്ദേശിക്കുകയും ചെയ്ത് എന്നുകൊണ്ടാണത്. ഇത് അതേപോലെ തന്നെ ഈ ആ കാലത്തെ ഖുർആൻ ആയത്തുകൾ നോക്കുകയാണെങ്കിൽ മുൻ വേദങ്ങളെയും അംഗീകരിക്കുന്ന ആയത്തുകൾ ഉടനീളം ഖുർആനിൽ കാണാൻ പറ്റും. 4-ാമത്തെ സൂറത്ത് 47 പറയുന്നു, നിങ്ങളുടെ വശമുള്ള ഈ വേദഗ്രന്ഥങ്ങളെ ശരിവെച്ചുകൊണ്ട് നാം ഇറക്കിയ ഈ വേദത്തിൽ വിശ്വസിക്കുക. 3:3 പറയുന്നു, അവൻ ഈ വേദഗ്രന്ഥത്തെ മുൻ വേദഗ്രന്ഥങ്ങളെ ശരിവെക്കുന്നതായി സത്യത്തോടുകൂടെ താങ്കൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. മനുഷ്യർക്ക് മാർഗദർശനത്തിനായി അവൻ ഇതിനു മുമ്പ് തൗറാത്തും ഇഞ്ചീലും അവതരിപ്പിച്ചു. 29:46 പറയുന്നു, വേദക്കാരോട് ഏറ്റവും നല്ല രീതിയിലല്ലാതെ നിങ്ങൾ സംഭാഷണം നടത്തരുത്. അവരിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവരോടൊഴികെ നിങ്ങൾ അവരോട് പറയുക, ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും ഒരുവനാകുന്നു. ഞങ്ങൾ അവന് കീഴ്പ്പെട്ടവരുമാകുന്നു. ഇവിടെയൊക്കെ അവരുടെ ദൈവത്തെ അംഗീകരിക്കുന്നുണ്ട്, രണ്ടും ഒന്നാണെന്ന് കൂട്ടി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവരോട് ഒട്ടിച്ചേർന്നുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. 10:94 പറയുന്നു, ഇനി താങ്കൾക്ക് നാം അവതരിപ്പിച്ചതിനെ പറ്റി താങ്കൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ താങ്കൾക്ക് മുമ്പേ വേദഗ്രന്ഥം വായിച്ചു വരുന്നവരോട് ചോദിക്കുക. തീർച്ചയായും താങ്കൾക്ക് താങ്കളുടെ രക്ഷിതാവിൽ നിന്നുള്ള സത്യം വന്നു കിട്ടിയിരിക്കുന്നു. അതിനായി താങ്കൾ സംശയാലുക്കളുടെ കൂട്ടത്തിലായി പോകരുത്. ഇവിടെ പറയുന്ന മുഹമ്മദിന്റെ സംശയന്റെ മുൻ വേദക്കാരോട് ചോദിക്കുക, അവർ സംശയം തീർത്തിരുന്ന പറയുന്നത്. പക്ഷേ ഇവിടുത്തെ മുസ്ലിങ്ങളോട് ചോദിച്ചാൽ ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ യഹൂദരെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ തോറ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ ബൈബിൾ അംഗീകരിക്കാൻ ചോദിച്ചാൽ അത് അവർ പറയും കറക്റ്റ് ചെയ്യപ്പെട്ടതാണ്, അത് വീണ്ടും തിരുത്തലുകൾ വരുത്തിയതാണെന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കാൻ തയ്യാറല്ലാതെ. കാരണം ആ ഒരു വിശ്വാസമാണ്. പക്ഷെ അവർ കറക്റ്റ് ചെയ്യപ്പെട്ടതാണോ തിരുത്തലുകൾ വരുത്തിയതാണെന്ന് ഖുർആനിൽ എവിടെയോ അല്ലെങ്കിൽ മുഹമ്മദിന്റെ വാക്കുകളിൽ എവിടെയോ ഇല്ല. പക്ഷെ ആദ്യകാലത്ത് മുഹമ്മദ് അത് അംഗീകരിക്കുകയും മറുകാലത്ത് അവരെ കൂടെ കിട്ടാതായപ്പോൾ അതപ്പാടെ കളയുകയും ചെയ്യുന്ന ഒരു വിരോധാഭാസമാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ നിരന്തരം പ്രവാചകത്വത്തിന്റെ തെളിവുകൾ ചോദിച്ചിട്ട് ജൂതന്മാർ മുഹമ്മദിനെ ബുദ്ധിമുട്ടിക്കുക ചെയ്യുന്നത്. മുഹമ്മദ് തന്നെ പറഞ്ഞ കഥകളിലെ കള്ളക്കഥകൾ എടുത്തു വെച്ച് ആ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് മുഹമ്മദിന്റെ ഈ സംഭവങ്ങൾ കഥകൾ പൊളിച്ചെടുക്കുക ചെയ്യുന്നത്. ഏതായാലും തന്റെ മതവ്യാപനത്തിന് ജൂതന്മാർ തടസ്സമാണെന്നും ഇവർക്ക് ലേശം ബുദ്ധി ഉണ്ടെന്നും ഇവര് ഇതിലൊന്നും വീഴില്ല എന്നും മുഹമ്മദിന് മനസ്സിലായി തുടങ്ങി. അവിടെ മുഹമ്മദിന്റെ അള്ളാഹുവിന്റെ മനസ്സിൽ അത് കാലത്തിറങ്ങിയ ഖുർആനിക ആയത്തുകളിൽ പിന്നെ ജൂതന്മാരോടുള്ള പക മൂക്കുന്നു. പിന്നെ മുഹമ്മദ് അവരെ ശത്രുവായിട്ടും ശപിക്കപ്പെട്ടവരായിട്ടും ഒറ്റുകാരായിട്ടും അക്രമികളായിട്ടും നിന്ദ്യരായിട്ടും ആടിയോടിക്കപ്പെടേണ്ടവരായിട്ടും വെറുക്കപ്പെടേണ്ടവരായിട്ടും അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് കുടിയിറക്കേണ്ടവരായിട്ടും കൊല്ലപ്പെടേണ്ടവരായിട്ടും പിന്നെ വിധി എഴുതുകയാണ്. അത് എവിടം വരെ ആ മാറ്റം എത്തിയെന്ന് പറഞ്ഞാല് 98:6 സൂറത്ത് പറയുന്നു, തീർച്ചയായും വേദക്കാരും ബഹുദൈവ വിശ്വാസികളുമായ സത്യനിഷേധികൾ നരകത്തിയിലാണ്. അവരതിൽ സ്ഥിരവാസികളായിരിക്കും. അവരാണ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടർ.
അങ്ങനത്തെ ഇഷ്ടംപോലെ ആയത്തുണ്ട്. സമയക്കുറവ് കൊണ്ട് ഞാൻ ഒന്ന് വായിച്ചു എന്ന് മാത്രം. അപ്പം ആ ജൂതവിരോധം കത്തി ഒരു നല്ലവണ്ണം പോകാൻ ശ്രമിച്ച് നടക്കാതെ ലാസ്റ്റ് മുഹമ്മദ് വെള്ളം കുടിച്ച സമയത്ത് പിന്നെ പകമൂക്കാണ് ചെയ്യുന്നത്. കാരണം ആ ജൂതന്മാരെ അടുക്കളയിൽ അല്ലെങ്കിൽ അടുപ്പുകളിൽ തന്റെ മതം വേവില്ല എന്ന് മനസ്സിലാക്കിയ മുഹമ്മദ് പിന്നെ അവരെ വംശീയമായി ഉന്മൂലനം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കാണുന്നു അവിടുന്ന് 5 വക്ത നിസ്കാരവുമായി തിരിച്ചു വരുന്നു. അത് സ്വരാഷ്ട്രീയ സമാജത്തിൽ നിന്ന് മുഹമ്മദ് മോഷ്ടിച്ചത്. ഈ ആകാശയാത്ര പറ്റി എപ്പം പറയുമ്പോഴും ആയിഷ ചിരിക്കാറുണ്ടായിരുന്നു എന്നാ പറയുന്നത്. കാരണം ആയിഷയുടെ അടുത്ത് കടന്നുറങ്ങിയ ആളാണ് കഥ മെനിയുന്നത്. ഇന്ന സ്ഥലത്ത് ബൈത്തുൽ മുഖദ്ദസിലും ആകാശത്തിലും സ്വർഗത്തിലും നരകത്തിലും ഇവിടെയും പ്രശ്നമുണ്ട്. നരകവും സ്വർഗവും ഒക്കെ മനുഷ്യന്മാര് മരിച്ചു കഴിഞ്ഞ് ഈ വിചാരണ ഒക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാവുക എന്ന് മുഹമ്മദ് ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതിനു മുമ്പ് തന്നെ മുഹമ്മദ് സ്വർഗവും നരകവും ഒക്കെ പോയി കാണുകയാണ്. അപ്പോൾ ആയിഷ അപ്പം തപ്പി നോക്കുന്ന സമയത്തും അടുത്തുണ്ട്, പിറ്റേന്നൊക്കെ അടുത്തുണ്ട്. പക്ഷെ ആ ആയിഷ എപ്പോഴും ഈ കഥ കേട്ട് ചിരിക്കായിരുന്നു പറയുന്നത്. കാരണം ഇസ്ലാമിലെ ആദ്യത്തെ യുക്തിവാദി ആയിഷയാണ്. പക്ഷെ അത് ആയിഷ വിളിച്ചു പറഞ്ഞാൽ ആയിഷയുടെ തല കാണില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിഷ വിളിച്ചു പറയാതിരുന്നു. അതേപോലെ തന്നെ നിസ്കാരം രാഷ്ട്രീയ ജൂതായുസത്തിൽ നിന്നൊക്കെ കടമെടുത്തതാണ്. ഹജ്ജ്, നോമ്പ്, ബാങ്ക് ഇതൊക്കെ ജൂതായുസത്തിൽ കടമെടുത്തതാണ്. ഇനി പിന്നെ ജൂതനുമൊത്തുള്ള മതകച്ചവടം നടക്കില്ല എന്ന് മുഹമ്മദിന് മനസ്സിലായപ്പോ പിന്നെ മുഹമ്മദ് അനുയായികളോട് പറയുന്നത്, നിങ്ങൾ ജൂതൻ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ പോളിയത്തിസ്റ്റ് ബഹുദൈവ വിശ്വാസികൾ എന്ത് ചെയ്യുന്നു അതിനൊക്കെ എതിര് ചെയ്യുക എന്നാ പിന്നെ പറയുന്നത്. ഒരു ഹദീസ് ഞാൻ വായിക്കാം. ഇബ്നു ഉമർ റിപ്പോർട്ടഡ് God's messenger as saying, do the opposite of what the polytheists do. Let the beard grow long and clip the mustache. A version has act the mustache down and leave the beard. ബുഹാരിലുണ്ട്, മുസ്ലിമിലുണ്ട്. അതായത് ബഹുദൈവ വിശ്വാസികൾ ചെയ്യുന്നതിനൊക്കെ എതിര് ചെയ്യാൻ. ജൂതന്മാർ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികൾ നായ്ക്കളെ വളർത്തുന്നു, നമുക്ക് ഇസ്ലാമിന് ഹറാമാണ്. പലിശ കൊടുക്കുന്നു, പക്ഷെ നമുക്ക് ഹറാമാണ്. അവർ കള്ളുടിക്കുന്നത് നമ്മൾ കുടിക്കാൻ പാടില്ല. അവർ താടി വടിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ നീട്ടണം. അവര് മീശ നീട്ടുന്നുണ്ട്, നമ്മൾ വെട്ടണം. പെണ്ണുങ്ങൾ പർദ്ദ ധരിക്കണം, ആണുങ്ങൾ നിര്യാണിക്ക് മുകളിലുള്ള വസ്ത്രം ധരിക്കണം. ഇവിടെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിലും അതേപോലെ തന്നെ ഇന്ത്യയിലൊക്കെ ഉള്ള മുസ്ലിങ്ങൾ ഞങ്ങൾ അപരവൽക്കരിക്കുന്നു എന്ന് കരയുന്നത് കാണാം. പക്ഷേ വേഷം കൊണ്ട്, ഒരുപക്ഷെ പ്രവർത്തനം കൊണ്ട്, ഭക്ഷണം കൊണ്ട് ഒക്കെ തന്നെ സ്വയം അപരവൽക്കരിക്കപ്പെടുന്ന ഒരു മുസ്ലിമിനെയാണ് നമ്മളിവിടെ കണ്ടുമുട്ടുന്നത്. കാരണം അവർക്ക് മറ്റു മതക്കാരുമായിട്ട് മിങ്കിളാവാനുള്ള താല്പര്യമില്ല എന്നർത്ഥം. ഇനി നമ്മള് ജൂതവിരോധം ഖുർആനിലേക്കാണ്, ജൂതവിരോധത്തിലേക്ക് നമ്മൾ പോകുന്നത്. അതായത് ഖുർആനിലത്തെ ആദ്യത്തെ സൂറത്താണ് ഫാത്തിഹ. പ്രധാനപ്പെട്ട സൂറത്താണ്. ഖുർആൻ തുടങ്ങുന്നത് ഫാത്തിഹ കൊണ്ടാണ്. എല്ലാ മുസ്ലിങ്ങളും 5 വക്ത് നിസ്കരിക്കുമ്പോഴും എല്ലാ വക്തിലും ചൊല്ലുന്ന സൂറത്താണ്. ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ അതിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ എന്ന് നമ്മൾ പറയും. അതായത് ഞങ്ങളെ നേർമാർഗത്തിൽ നയിക്കണമേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ചേർക്കണമേ, കോപത്തിനിടയായവരുടേതോ പിഴച്ചുപോയവരുടെ മാർഗത്തിലല്ല. ഇത് ഇവിടെ കോപത്തിനിടയായവരെന്നും പിഴച്ചുപോയവരെന്നും പറയുന്നത് ജൂതന്മാരെ പറ്റിയാണ്. ഇങ്ങനെ ജൂതന്മാരെ കോപത്തിനിടയായവരും പിഴച്ചുപോയവരെന്നും പറയാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് മൂസാ നബിയുടെയും ബനൂ ഇസ്രായേലിന്റെയും കഥ, ഇങ്ങനെ നിരന്തര കഥകൾ ഖുർആനിൽ പറയുന്നിടത്ത് അള്ളാഹു പറയുന്നു 2 അൽ-ബഖറ 61, ജൂതന്മാർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിശ്ചയിച്ചതിനാൽ അവരുടെ മേൽ നിന്ദ്യതയും ദാരിദ്ര്യവും പതിക്കപ്പെട്ടു. അവർ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായി തീരുകയും ചെയ്തു. 2:65 പറയുന്നു, നിങ്ങളിൽ നിന്ന് സാബത്ത് ദിനം അതിക്രമം കാണിച്ചവരെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നാം അവരോട് പറഞ്ഞു, നിങ്ങൾ നിന്ദ്യരായ കുരങ്ങന്മാരായി തീരുക. ഇവിടെ സാബത്ത് ദിനം എന്ന് പറഞ്ഞാൽ മോശയുടെ കാലത്ത് ശനിയാഴ്ച ദിവസങ്ങളിൽ മതത്തിൽ മാത്രം, മതകാര്യങ്ങളിൽ മാത്രം വ്യാപൃതരാവണമെന്നും മറ്റ് പ്രവർത്തികളൊന്നും മുഴുകരുതുമെന്നും ആണ് സാരം. അങ്ങനെ മുഴുകിയ ഒരു ജനതയെ ഒന്നടങ്കം അള്ളാഹു കുരങ്ങുകളാക്കി തീർത്തു എന്ന് സാരം. 7:166 പറയുന്നു, അങ്ങനെ അവരോട് വിലക്കപ്പെട്ട കാര്യത്തിലെല്ലാം അവർ ധിക്കാരം കാണിച്ചപ്പോൾ നാം അവരോട് പറഞ്ഞു, നിങ്ങൾ നിന്ദ്യരായ കുരങ്ങന്മാരായി തീരട്ടെ. 5:60 പറയുന്നു, ഏതൊരു വിഭാഗത്തെ അള്ളാഹു ശപിക്കുകയും അവരോട് അവൻ കോപിക്കുകയും ചെയ്തുവോ, ഏതു വിഭാഗത്തിൽപ്പെട്ടവരെ അള്ളാഹു കുരങ്ങുകളും പന്നികളുമാക്കി തീർത്തുവോ, ഏതൊരു വിഭാഗം ദുർമൂർത്തികളെ ആരാധിച്ചുവോ അവർ ഏറ്റവും മോശപ്പെട്ട സ്ഥാനമുള്ളവരും നേർമാർഗത്തിൽ നിന്ന് പിഴച്ചുപോയവരുമാണ്. അതായത് ജൂതന്മാരെ ഇവിടെ അഡ്രസ് ചെയ്യുന്നത് കുരങ്ങുകളും പന്നികളും എന്ന് അള്ളാഹു അഡ്രസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവർ പിഴച്ചുപോയവരെന്നും നിന്ദ്യരെന്നും അള്ളാഹു ഇവിടെ തെറി പറയുന്നു. ഖുർആനിലുടനീളം നമ്മൾ പരിശോധിച്ചാൽ കാണാൻ പറ്റുന്നതാണ്. കാരുണ്യവാനും ഘർണാതീതമായ ഒരു സൃഷ്ടാവ് സന്ദർശികളെ നിരന്തരം തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സകല മാനുഷിക വികാരങ്ങളോട് കൂടി തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5:51 പറയുന്നു, സത്യവിശ്വാസികളെ, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ മിത്രങ്ങളായി സ്വീകരിക്കരുത്. അവർ അന്യോന്യം മിത്രങ്ങളാണ്. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ മിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അതിൽപ്പെട്ടവൻ തന്നെയാണ്. അക്രമികളായ
ആളുകളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല തീർച്ച. 5:57 ഇത് തന്നെയാണ് പറയുന്നത്. അതായത് മതം കൊണ്ട് നിങ്ങൾ യഹൂദരെയും ക്രൈസ്തവരെയും ഒന്നും മനുഷ്യരായി കാണരുത്, മതം കൊണ്ട് അവരെ നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് പച്ചക്ക് 6-ാം നൂറ്റാണ്ടിലെ മുഹമ്മദ്, ആ കാലഘട്ടത്തിലെ മുഹമ്മദിന്റെ ഫേക്ക് ഐഡിയ അള്ളാഹു വർഗീയത പറയുന്നു. ഈ വർഗീയതയാണ് പിഞ്ചുകുട്ടികൾ, വളർന്നു വരുന്ന പിഞ്ചുകുട്ടികളിൽ പോലും കുത്തിവെക്കുന്നതും അവർ അതാണ് പഠിച്ച് അനുവർത്തിക്കുന്നതും. അത് അവരുടെ തെറ്റല്ല, അവരിൽ കുത്തിവെക്കുന്ന ആ മത സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമാണ്. അതുപോലെ തന്നെ ജനസംഖ്യയിൽ ലോകത്ത് 1% മാത്രം വരുന്ന ഈ ജൂത സമൂഹത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും കാണാത്ത, ഒരുപക്ഷെ ഒരു ജൂതൻ പോലും ഇല്ലാത്ത ഈ ഒരു ജനതയെ വെറുക്കാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ ഈ സമൂഹത്തിൽ ഹിന്ദു സമൂഹത്തെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തെ പറ്റി ആണെങ്ങനെ പറയുന്നത് എന്ന് ആലോചിച്ചാൽ അതിന്റെ ഭീകരത നമുക്ക് പിടികിട്ടും. 6:23 പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾ സ്വന്തം പിതാക്കന്മാരെയും സഹോദരങ്ങളെയും അവർ സത്യവിശ്വാസത്തെക്കാൾ സത്യനിഷേധത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരെ നിങ്ങൾ രക്ഷാകർത്താക്കളായി സ്വീകരിക്കരുത്. നിങ്ങൾ ഇന്ന് ആരെങ്കിലും അവരെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കുന്ന പക്ഷം അവർ തന്നെയാണ് അക്രമികൾ. അതായത് ഇസ്ലാമിലേക്ക് ഇപ്പൊ ഒരു കുടുംബത്തിലുള്ള ഞാനിപ്പോ ഒരു മുസ്ലിം ആണെങ്കിൽ എനിക്ക് തോന്നി ഇസ്ലാം കൊള്ളാലോ തോന്നി ഞാൻ ഇസ്ലാമിലേക്ക് വന്നാൽ പിന്നെ എന്റെ ആ മാതാവും പിതാവും അല്ലെങ്കിൽ സഹോദരങ്ങളെയും ഞാൻ എന്താ മനുഷ്യരെ കാണാൻ പാടില്ല, രക്ഷാകർത്താക്കളെ സ്വീകരിക്കാൻ പാടില്ല, അവര് നാളെ നരകത്തിന്റെ കടക്കേണ്ട അല്ലെങ്കിൽ നിന്ദരാക്കപ്പെട്ടവരായി മനുഷ്യരായി പോലും കാണാതെ വിറക്കപ്പെടണമെന്ന് ഇവിടെയും പച്ചക്ക് വർഗീയത പറയുന്നു. 5:64 പറയുന്നു, ജൂതർക്കിടയിൽ അള്ളാഹു ലോകാവസാനം വരെ ശത്രുതയും വിദ്വേഷവും വിട്ടുകൊടുക്കും. അതായത് ജൂതർക്കിടയിൽ ലോകാവസാനം വരെ ശത്രുതയും വിദ്വേഷം വിട്ടുകൊടുക്കുന്നവർ നിങ്ങൾ നോക്കണം. ഇപ്പം ജൂത രാജ്യം സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളൊക്കെ ജൂത രാജ്യങ്ങളിലേക്കോ മതമില്ലാത്ത രാജ്യങ്ങളിലേക്കോ ഒക്കെ നോക്കുക, ജൂതന്മാരൊക്കെ എത്ര ഉഷാറാണ് അമേരിക്കയിലും മറ്റുള്ളവർക്ക് കഴിയുന്നതെന്ന്. അതേ ശത്രുതയും വിദ്വേഷം വിട്ടുകൊടുക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് നോക്കുക, ഇസ്ലാം ജനങ്ങൾ എങ്ങനെയൊക്കെ കഴിയുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 9:29 പറയുന്നു, കീഴടക്കി നേരിട്ട് കപ്പം കൊടുക്കുന്നവരെ ജൂതന്മാരോട് യുദ്ധം ചെയ്യാൻ പറയുന്നു. ഇനി ജൂതവിരോധം ഹദീസിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. മുസ്ലിങ്ങളും യഹൂദികൾ തമ്മിൽ യുദ്ധം നടക്കുകയും മുസ്ലിങ്ങൾ മുഴുവൻ ജൂതരെയും കൊല്ലുകയും ചെയ്യുന്നവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. അതായത് അവസാന ജൂതനും മരണപ്പെടാതെ ഈ ലോകം അവസാനിപ്പിക്കുകയില്ലെന്ന് മുസ്ലിം ബുക്ക് നമ്പർ 41 ഹദീസ് നമ്പർ 69-85. അതായത് അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോ ജൂതനെയും വധിക്കപ്പെടാതെ കൊല്ലപ്പെടാതെ നോക്കേണ്ടത് നമ്മുടെ കടമാണ്. കാരണം ലോകം അവസാനിക്കാതെ ആണെങ്കിൽ അവരെ കൊല്ലപ്പെടാതെ അവർ തീർത്തും വധിക്കപ്പെടാതെ നോക്കേണ്ടത് നമ്മുടെ മനുഷ്യന്മാരുടെ കടമയാണെന്ന് സാരം. അബൂ ഹുറൈറ നിവേദനം, ജൂതന്മാരോടോ ക്രിസ്ത്യാനികളോടോ നിങ്ങൾ സലാം കൊണ്ട് ആരംഭിക്കരുത്. അവരെ നിങ്ങൾ വഴിയിൽ കണ്ടുമുട്ടിയാൽ അവരോട് നിങ്ങൾ പ്രയാസം പ്രകടമാക്കണം. അവരെ വഴിയുടെ മൂലയിലേക്ക് ഒതുക്കി മാറ്റാൻ ശ്രമിക്കണം. മുസ്ലിം വോളിയം നമ്പർ 3 ഭാഗം 39 ഹദീസ് നമ്പർ 2167. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ മുസ്ലിങ്ങളിൽ പെട്ട ആളുകൾ പർവ്വതം പോലുള്ള പാപങ്ങളുമായി വരും. എന്നിട്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. അവ ക്രിസ്ത്യാനിയുടെയോ ജൂതന്മാരുടെയോ തലയിൽ കെട്ടിവെക്കും. മുസ്ലിം 26:4. ഖുർആനിൽ നേരത്തെ തിരിച്ചു പറയുന്നുണ്ട്, ഇതിന് ഓപ്പോസിറ്റ് പറയുന്നുണ്ട്. ഒരു മനുഷ്യന്റെയും പാപഭാരം മറ്റൊരു മനുഷ്യന്റെയും മേലിൽ കെട്ടിവെക്കില്ല എന്ന് ഈ അള്ളാഹു ഖുർആനിൽ അങ്ങനെയും പറയുന്നുണ്ട്. യഹൂദന്മാർ അള്ളാഹുവിനോട് കോപിച്ചരും ക്രിസ്ത്യാനികൾ വഴിപിഴച്ചരുമാണ്. ബുക്ക് നമ്പർ 47 ഹദീസ് 6 തിർമിദി 2954. മുഹമ്മദ് പറഞ്ഞു, ഇസ്രായേലരുടെ ഒരു കൂട്ടം ശപിക്കപ്പെട്ട എലികളായി മാറി. ബുഹാരി 33:05. പിന്നെ മരണക്കിടക്കയിൽ താൻ മരിക്കാൻ ഒരു ജൂത സ്ത്രീ ആട്ടിറച്ചിൽ കൊടുത്ത വിഷം തീണ്ടി മരണക്കിടക്കയിൽ മരിക്കാൻ കിടക്കുമ്പോൾ മുഹമ്മദ് പറഞ്ഞത് ലോകാസമസ്ത സുഖനോപവന്തു, സർവ്വ ലോകത്തിനും സുഖമുണ്ടാവട്ടെ എന്ന സുഖിപ്പിക്കുന്ന ഒരു വാക്കല്ല, മറിച്ച് മുഹമ്മദ് പറഞ്ഞത് ജാബിർ ബിൻ അബ്ദുല്ലാ said, Umar bin al-Khattab told me that he heard the messenger of Allah say, I shall certainly expel the Jews and Christians from the Arabian Peninsula, so that I will not leave anyone but a Muslim. അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ജൂതരെയും ക്രൈസ്തവരെയും ഞാൻ നാട് കടത്തുക തന്നെ ചെയ്യും. മുസ്ലിം അല്ലാത്ത ഒറ്റ മനുഷ്യരെയും ഇവിടെ താമസിക്കാൻ വിടുകയില്ല. ബുഹാരി മുസ്ലിമിൽ എല്ലാ ഹദീസിലും പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം 1767 തിർമിദി 1607. ഇനി രണ്ടാം ഖലീഫയായിരുന്ന ഉമറിന്റെ കാലത്ത് ഉണ്ടാക്കിയ പാക്ട് AD 634 മുതൽ 644 വരെ ഖലീഫയായിരുന്ന ഉമറിന്റെ കാലത്ത് റൂൾസ് ഓഫ് ദിമ്മീസ്, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ ദ നോൺ മുസ്ലിംസിനുള്ള പാക്ട്. പുതിയതും തകർന്നുപോയതുമായ ആരാധനകൾ നിർമ്മിക്കാൻ പാടില്ല. ആ നാട്ടിലെ ഏറ്റവും ചെറിയ മുസ്ലിം പള്ളികളെക്കാൾ താഴ്ന്നിരിക്കണം അവരുടെ ആരാധനാലയങ്ങളും വീടുകളും. പള്ളികളിൽ കുരിശു പോലത്തെ മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കരുത്. മുസ്ലിമിന്റെ പ്രാർത്ഥനാ സമയത്ത് മിണ്ടരുത്. പബ്ലിക്കായി അവരുടെ മതം പറയാൻ പാടില്ല. ഇന്റർറിലീജിയൻ മാരേജ് നടത്താൻ പാടില്ല. മുസ്ലിങ്ങളെ കണ്ടാൽ ദിമ്മികൾ അവർക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം. ജൂതന്മാർ അവരുടെ വസ്ത്രത്തിൽ താൻ മോശപ്പെട്ടവനാണെന്ന് കാണിക്കാൻ വേണ്ടി ഗോൾഡൻ കളറുള്ള നക്ഷത്ര ചിഹ്നം, അതായത് സ്റ്റാർ ഓഫ് ഡേവിഡ് പ്രദർശിപ്പിക്കണം.
ഇനി നമ്മൾ എല്ലാ വെള്ളിയാഴ്ച കുതുബുകളിലും ലോകത്തുടനീളം ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഐസൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അതായത് അല്ലാഹുവേ, ഇസ്ലാമിന്റെയും മുസ്ലിമിന്റെയും യശസ്സിനെ ഉയർത്തണമേ, മറ്റു ദൈവവിശ്വാസത്തെയും മറ്റു ദൈവവിശ്വാസികളെയും നീ ഹീനരാക്കണമേ, നിന്ദ്യരാക്കണമേ എന്ന്. അത് എത്രമാത്രം ഈ പ്രാർത്ഥന 1400 വർഷം കേട്ടിട്ട് അള്ളാഹു കേട്ട് ഉത്തരം നൽകിയെന്ന് ചോദിച്ചാല് ഈ പ്രാർത്ഥന എത്രത്തോളം അമുസ്ലിങ്ങളെ നിന്ദ്യരാക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്ന സ്കാൻഡിനേവിയ രാജ്യങ്ങളിലേക്കോ മതരഹിത രാജ്യങ്ങളെ നോക്കണം. ഈ പ്രാർത്ഥന അള്ളാഹു കേട്ടിട്ട് മുസ്ലിങ്ങൾ എത്രത്തോളം ഉന്നമനം പ്രഖ്യാപിച്ചു എന്ന് കാണണമെങ്കിൽ നിങ്ങൾക്ക് നിരന്തരം പൊട്ടിത്തെറിക്കുന്ന കൊന്നും കൊലവിളിച്ചും കെട്ടടങ്ങുന്ന മുസ്ലിം ലോകത്തേക്ക് നിങ്ങൾ നോക്കിയാൽ അത് മനസ്സിലാവും. ഇനി നമ്മള് ജൂതവിരോധത്തിന്റെ ആയങ്ങളെ പറ്റി പറയുന്ന സമയത്ത് ബനൂ ഖുറൈളയെ പ്രതിപാദിക്കാതെ പോകാൻ പറ്റില്ല എന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കട്ടെ. മുഹമ്മദിന്റെ സമകാലിക സമൂഹത്തിൽ അറബികൾ സ്വയം സമ്പന്നരാവാൻ അല്ലെങ്കിൽ പെട്ടെന്ന് സമ്പന്നരാവാൻ കണ്ടെത്തിയൊരു മാർഗം എന്നത് മറ്റ് ഗോത്രങ്ങളെ ആക്രമിച്ച് കീഴടക്കി അവരുടെ വസ്തുവകകൾ കൊള്ള ചെയ്യുക എന്നായിരുന്നു. മുഹമ്മദും കൂട്ടരും അത് തന്നെ ചെയ്തു. സിറിയയിൽ നിന്ന് ഒരു കച്ചവട സംഘം ഒരുപാട് കച്ചവട സാധനങ്ങളുമായി പുറപ്പെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദിന് വിവരം കിട്ടുകയും അംറുബിൻ ഹദ്റമിയുടെ നേതൃത്വത്തിൽ മുഹമ്മദ് ഒരു സംഘം മുഹാജിറുകളെ ആ വഴിയിലേക്ക് അയക്കുകയും ചെയ്യുകയാണ്. ആ അബ്ദുല്ലാഹിബ്നു ജഹ്ഷിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം മുഹാജിറുകളെ വഴിയിലേക്ക് അയച്ചുകൊണ്ട് നെക്ല എന്ന സ്ഥലത്ത് വെച്ച് ആ സമൂഹത്തെ തടയുകയും എന്നിട്ട് അവരുടെ നേതാവിനെ വധിച്ചുകൊണ്ട് മറ്റുള്ളവരെ ബന്ദിയാക്കി പിടിച്ചുകൊണ്ട് അവരുടെ ഒരുപാട് വരുന്ന വസ്തുവകകൾ കൊള്ളയടിക്കുകയും ചെയ്യുന്നു. ഇത് മുഹമ്മദിനും കൂട്ടർക്കും പെട്ടെന്ന് സമ്പന്നരാവാനുള്ള സംഭവമായി തോന്നി. ശേഷം നിരന്തരം ഖുറൈശികളുടെയും മറ്റ് ഗോത്രങ്ങളുടെയും കച്ചവട സംഘങ്ങളെ ആക്രമിക്കുകയും കൊള്ള നടത്തുകയും ചെയ്തുകൊണ്ട് മുഹമ്മദും കൂട്ടരും പെട്ടെന്ന് സമ്പന്നതയ്ക്ക് ഉയരുകയാണ് എന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ആ കാലത്ത് മദീനയിലുള്ള പ്രബല ജൂതഗോത്രമായിരുന്നു ബനു നളീർ, ബനു ഗൈനുക, ബനു സഖീഫ് എന്നീ ഗോത്രങ്ങളെല്ലാം. അവര് മുസ്ലിം ഗോത്രങ്ങളെക്കാൾ കൃഷിയിലും വ്യവസായത്തിലും വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലൊക്കെ വളരെ മുയച്ചു നിന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ മുഹമ്മദിന്റെ പൊട്ടക്കഥകളിൽ വിശ്വസിക്കാൻ അവർക്ക് വിശ്വാസം വന്നില്ല. അതുകൊണ്ട് അവർ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് ആ കെട്ടുകഥയിൽ വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ മുഹമ്മദ് അവരെ ഒന്നടങ്കം ആട്ടിയോടിക്കുകയോ കൊന്നൊടുക്കുകയാണ് ചെയ്യുന്നത്. മദീനയിൽ നിന്ന് വരെ ആട്ടിയോടിച്ചു. ബനു നളീറിന്റെ ഈന്തപ്പനകളൊക്കെ വെട്ടി നശിപ്പിക്കുകയും മൃഗങ്ങളെയും അതേപോലെ അവരുടെ ജീവിതോപാധി മാർഗങ്ങളൊക്കെ തടയുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ആ കാലത്ത് ഖുറൈശികളുടെ ഇടയിൽ ഉള്ളൊരു യുദ്ധ നയമായിരുന്നു. അതായത് കന്നുകാലികളെയും അതേപോലെ തന്നെ ഈന്തപ്പനകളെയും ഇങ്ങനെ ഈ ജീവിതോപാധി മാർഗങ്ങളൊന്നും നശിപ്പിക്കരുത്. പക്ഷെ ബനു നളീർ ഗോത്രം അവര് കോട്ടയ്ക്ക് പുറത്തിറങ്ങാതിരുന്നപ്പോൾ കണ്ട ഏക മാർഗം അവരുടെ ഇത്തരം തോട്ടങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുകയോ തീയിട്ട് നശിപ്പിക്കുകയോ ചെയ്യായിരുന്നു. പക്ഷെ അതിനെ ചോദ്യം ചെയ്തപ്പോഴേക്കും അള്ളാഹു ആകാശത്ത് നിന്ന് ഈ ദുഷ്പ്രവൃത്തിക്ക് ആയത്തിറക്കി 59:5 ആയത്തിറക്കി. ചില ഈന്തപ്പനകൾ നിങ്ങൾ മുറിച്ചു കളഞ്ഞതും മറ്റു ചില ഈന്തപ്പനകൾ വളരുവാനായി മുരളിൽ തന്നെ നിലനിർത്തിയതും അള്ളാഹുവിന്റെ സമ്മതത്തോടു കൂടിയായിരുന്നു എന്ന് മുഹമ്മദിന്റെ ഫേക്ക് ഐഡി ആയത്തിറക്കി അതിനെ ന്യായീകരിച്ചു. അതേപോലെ തന്നെ ഖൈബർ യുദ്ധം കഴിഞ്ഞ് ഹിജാസിലെ ജൂതന്മാരൊക്കെ ആട്ടിയോടിക്കുന്നുണ്ട്. ഏതായാലും ഇത്തരം ആക്രമണങ്ങളൊക്കെ അതിജീവിച്ച മദീനയിലെ ഏക ഗോത്രം പിന്നെ ഉണ്ടായിരുന്നത് ബനു നളീർ ആയിരുന്നു. അപ്പം ബനു നളീർ ബനു നളീർ AD 627 മക്കയിലെ ഖുറൈശികൾ മദീനയിലേക്ക് അവിടുത്തെ മുസ്ലിം സമൂഹത്തിനിടയിലേക്ക് ആക്രമണം വന്ന് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ അവർക്ക് സഹായവുമായി എത്തിയതും ഈ ബനു നളീർ ഗോത്രം തന്നെയായിരുന്നു. ഇങ്ങനെ ഈ ബനു നളീർ ഗോത്രത്തെ അവരെ ഉപരോധിക്കാൻ വേണ്ടി അതിന് കാരണം അവർ പറയുന്നതെന്ന് പറഞ്ഞാല് ചില കരാറുകളിലൊക്കെ ഏർപ്പെട്ടിരുന്നു. അതുകൊണ്ട് ആ കരാർ ലംഘനം നടത്തി ഹന്തക്ക് യുദ്ധ സമയത്ത് അതേപോലെ തന്നെ ഇവരെ മുസ്ലിം സമൂഹത്തെ സഹായിക്കുമെന്ന് പറയുന്നു. അവരെ സഹായിക്കാൻ തയ്യാറായില്ല. ഇത്തരം ഉള്ളതല്ലാത്ത കുറെ കാരണങ്ങൾ നിരത്തിക്കൊണ്ട് ബനു നളീർ ഗോത്രത്തിന് നേരെ തിരിയുകയും അവരെ അലിയുടെ നേതൃത്വത്തിലുള്ള 3000 പേരടങ്ങുന്ന ഒരു സൈന്യത്തെ ബനു നളീർ ഗോത്രത്തിലേക്ക് അയക്കുകയും അവരുടെ കോട്ട ഉപരോധിക്കുകയും 25 ദിവസത്തോളം കോട്ട ഉപരോധിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണം വെള്ളം എല്ലാം തടഞ്ഞുകൊണ്ട് അവരെ ഉപരോധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഗത്യന്തരമില്ലാതെ ബനു ഖുറൈള ഗോത്രം കീഴടങ്ങുകയും ആ ബനു ഖുറൈള ഗോത്രം കീഴടങ്ങിയതിനു ശേഷം ഞങ്ങൾ മദീന വിട്ട് പോയിക്കൊള്ളാം, ഞങ്ങളുടെ സമ്പാദ്യങ്ങളെല്ലാം മുസ്ലിം സമൂഹത്തിന് നൽകിക്കൊള്ളാം എന്നൊക്കെ സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ അവർ അതുവരെ വിശ്വാസത്തിലായിരുന്നു. മറ്റ് ഗോത്രങ്ങളൊക്കെ അങ്ങനെ ഓടിപ്പോയതുപോലെ ഞങ്ങളെയും ഓടിപ്പോവാൻ അനുവദിക്കും എന്നൊക്കെയുള്ള വിശ്വാസത്തിലായിരുന്നു. പക്ഷെ മുഹമ്മദ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ ഒരു അരുമ ശിഷ്യനും അതേപോലെ തന്നെ ബനു ഖുറൈളക്കാരോട് വെറുപ്പുള്ള ഒരാളുമായിരുന്ന മുആദ് ഇബ്നു സഅദിനെ
സയ്യിദ് മുആദിനെ ഒരു മധ്യസ്ഥനായി നാടകം കളിച്ചുകൊണ്ട് ഒരു വിധി പ്രഖ്യാപനം നടത്തുക ചെയ്യുന്നത്. അങ്ങനെ സയ്യിദ് മുആദ് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ പുരുഷന്മാരെ ഒന്നടങ്കം കൊന്നു തള്ളണമെന്നും അതുപോലെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളായി പിടിച്ച് വീതിക്കാമെന്നും അവരുടെ വസ്തുവകകളെല്ലാം പിടിച്ച് വീതിക്കാമെന്നും ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു ഈ മുഹമ്മദ് അതാണ് പിന്നെ ചെയ്യുന്നത്. അങ്ങനെ ഗുഹ്യരോമ വളർച്ച നോക്കി കുട്ടികളെ പ്രായപൂർത്തി നിശ്ചയിച്ചുകൊണ്ട് 900ഓളം പേര് അടങ്ങുന്ന പുരുഷന്മാരെ അവരെ ഇടുങ്ങിയതും നീളമുള്ളതുമായ ഒരു കിടങ്ങ് കുത്തിയിട്ട് കൈകൾ പിന്നിൽ കെട്ടിക്കൊണ്ട് ആ കിടങ്ങിന് പിന്നിലിരുത്തിക്കൊണ്ട് അലിയുടെയും സുബൈറിന്റെയും നേതൃത്വത്തിലുള്ള സംഘം പിന്നെ ഈ കിടങ്ങിലേക്ക് തലയരിഞ്ഞെറിയുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് ജൂതരുടെ പരിപൂർണ നാശം ഇസ്ലാമിന്റെ മുന്നിലുള്ള പ്രയാണത്തിന് അനിവാര്യമാണെന്ന് മുഹമ്മദ് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഈ പ്രവർത്തിയിലൂടെ ഇസ്ലാമിനെ എതിർക്കുന്നവർക്കുള്ള ഒരു ഭാവി ഭീഷണിയായിട്ടുമാണ് മുഹമ്മദ് ഈ പ്രവർത്തിയിൽ ഒരു താക്കീതായിട്ട് കൂടിയാണ് ഈ പ്രവർത്തിയിൽ മുഹമ്മദ് ചെയ്തത്. ഇനി ഇസ്ലാം എന്നത് ആധുനിക കാലത്ത് മരണത്തിന്റെ ദർശനമാണ്, അത് ജീവിതത്തിന്റെ ദർശനമല്ല. ഒരുപക്ഷെ ജൂതവിശ്വാസം എന്ന് പറഞ്ഞാൽ പക്ഷേ ജീവിതത്തിന്റെ ആധുനിക കാലത്തെ ജീവിതത്തിന്റെ ദർശനമാണെങ്കിൽ ഇസ്ലാം മരണത്തിന്റെ ദർശനമാണ്. അതായത് തന്റെയും മറ്റുള്ളവരുടെയും ജീവിതം കുട്ടിച്ചോറാക്കി കൊന്നും കൊലവിളിച്ചും ഒടുങ്ങിയാൽ നാളെ അവിടെ പോയിട്ട് പരലോകത്തെ ഹൂറികളും മാരടം തുറത്ത വിശാലനാരായണനുള്ള ഹൂറികളും മദ്യപ്പഴും കിട്ടുമെന്നൊരു വിശ്വാസം. 4:74 ഖുർആൻ പറയുന്നു, പരലോകത്തിന് വേണ്ടി ഈ ലോക ജീവിതത്തെ നിങ്ങൾ വിറ്റവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ പടവരുതട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ പടവെട്ടി വധിക്കപ്പെട്ടവന് നാം അതിമഹത്തായ പ്രതിഫലം നൽകുന്നതാണ്. ഇങ്ങനത്തെ നിരവധി ആയത്തുകളുണ്ട്. അതായത് ഈ വിശ്വാസം ഉള്ളിടത്തോളം കാലം ഇസ്ലാമില് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല എന്നർത്ഥം. അവര് മറ്റു ലോകത്തിന് സമാധാനം കൊടുക്കില്ല എന്നർത്ഥം. കാരണം ഷഹീദിന്റെ കൂലിയാണ് അങ്ങനെ വധിക്കപ്പെട്ടാൽ കിട്ടുക. അവരുടെ മയ്യത്ത് പോലും കുളിപ്പിക്കാതെ കബറടക്കിയാല് ഉടനടി ദൈവം അവിടെ കാത്തിരിക്കുകയാണ്, ഹൂറികളെയൊക്കെ ആയിട്ട് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗാസയിലൊക്കെ നമ്മള് കുട്ടികളൊക്കെ ഷീൽഡാക്കിയിട്ട് ഹമാസൊക്കെ ആക്രമണം നടത്തുന്നത്. ചെറുപ്രായത്തിൽ തന്നെ ഇത്തരം വിഷയമാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നുകൂടി നാം ഓർക്കണം. ഇനി അധിനിവേശം എന്ന് പറഞ്ഞ് കരയാനുള്ള അവകാശം ഇസ്ലാമിനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇസ്ലാമിന്റെ അത്ര അധിനിവേശം നടത്തിയ, കൂട്ടക്കൊലകൾ നടത്തിയ, കൊള്ളകൾ നടത്തിയ, ഒരു മതം വ്യാപിക്കാൻ വേണ്ടി ഇത്തരം പ്രവർത്തികൾ ചെയ്ത മറ്റൊരു മതവും ഇവിടെ ഇല്ല. മറ്റ് രാഷ്ട്രങ്ങളും സാമ്രാജ്യങ്ങളൊക്കെ ഇത്തരം അധിനിവേശങ്ങളും കൂട്ടുകൾക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പക്ഷേ മതം വ്യാപിക്കാൻ വേണ്ടിയല്ല. ഒരു മതം വ്യാപിക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ അത്ര അധിനിവേശം നടത്തിയ മറ്റു മതങ്ങളില്ല എന്ന സാരം. കാരണം ഇസ്ലാം അധിനിവേശത്തിലൂടെ അല്ലാതെ ഇസ്ലാം ഒന്നും നേടിയെടുത്തിട്ടില്ല. ഇസ്ലാം എന്നത് അധിനിവേശ പ്രത്യശാസ്ത്രം മാത്രമാണ്. ഇതിന് ഒരു സ്വന്തം ഒരു ദൈവം പോലും ഇസ്ലാമിനില്ല. 365 വിഗ്രഹ ദൈവങ്ങളിൽ അള്ളാഹു എന്നൊരു ഒറ്റ ദൈവത്തെ അധിനിവേശം നടത്തി മറ്റു ദൈവങ്ങളെല്ലാം തച്ചുടച്ചുകൊണ്ട് ആ ഒരു ദൈവത്തെ സ്വീകരിച്ചു. അതുവരെ ഖുറൈശികൾ അല്ലെങ്കിൽ ബഹുദൈവവിശ്വാസികൾ മക്കയിൽ ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ആരാധിച്ചു പോന്നിരുന്ന ഒരു ദേവാലയമായ കഅബയെ അധിനിവേശം നടത്തി അത് മുസ്ലിം വൽക്കരിച്ചു. അതേപോലെ ജെറുസലേം കൂടി കീഴടക്കിയാൽ ഇസ്ലാമിന്റെ പൂർണ്ണ അജയ്യത നേടാമെന്ന് മുഹമ്മദ് വ്യാമോഹിച്ചു. അത് മുഹമ്മദിന്റെ കാലത്ത് നടന്നിട്ടില്ലെങ്കിലും AD 637 ഉംറ സ്ഥാപിച്ചു കൊടുത്തു, ഉംറ നേടിക്കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരെല്ലാം മാറ്റിയോടിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ടെമ്പിൾ മൗണ്ട് അല്ലെങ്കിൽ സോളമൻ ടെമ്പിൾ തച്ചുടിച്ചുകൊണ്ട് അവിടുത്തെ ഇന്ന് കാണുന്ന അക്സാ പള്ളിയുടെ ആദ്യ രൂപം അവിടെ പണിതു. അതേപോലെ ജൂതന്മാരുടെ പരമ്പരയെ കണക്ട് ചെയ്യാൻ വേണ്ടി മുഹമ്മദ് താൻ ഇബ്രാഹിം പരമ്പരയിൽപ്പെട്ട ആളാണെന്നും ഇസ്ഹാക്കിന്റെ പരമ്പരയിലെ ഇബ്രാഹിം മകൻ ഇസ്ഹാക്കിന്റെ പരമ്പരയിലെ അവസാനത്തെ പ്രവാചകനാണെന്നും കഥ മെനഞ്ഞുണ്ടാക്കി. അതേപോലെ കഅബ ഇബ്രാഹിം ഉണ്ടാക്കിയതാണെന്ന് ഒരു പൊട്ടക്കഥ കൂടി മെനഞ്ഞു. ആദ്യം ഖുർആനിൽ പറയുന്നത് മുമ്പ് മക്കയിലെ ഒരു മക്കയിൽ ഒരു പ്രവാചകനും വന്നിട്ടില്ലാത്ത ജനതയാണെന്നും ശേഷം ഖുർആനിൽ പറയുന്നുണ്ട് ഇബ്രാഹിം ഇവിടെ വന്നിരുന്നെന്നും കഅബാലയം പണിതത് ഇബ്രാഹിം ആണെന്നും വൈരുദ്ധ്യം ഇവിടെ പറയുന്നു. അങ്ങനെ എന്തുകൊണ്ട് നോക്കിയാലും അധിനിവേശങ്ങളിലൂടെ കെട്ടിപ്പടുത്ത മറ്റു മതസ്ഥരുടെ മറ്റ് സംസ്കാരത്തിന്റെ ജീവാംശങ്ങൾ അപ്പടി കോപ്പിയടിച്ച ഉണ്ടാക്കിയ ഒരു മതമാണ് ഈ ഇസ്ലാം മതം. ഒരുപക്ഷെ തോറയുടെ അല്ലെങ്കിൽ ബൈബിളിന്റെ ഒക്കെ കോപ്പിറൈറ്റ് അവകാശം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഖുർആൻ എഴുതാൻ കഴിയില്ലായിരുന്നു. ഇനി പശ്ചിമേഷ്യൻ പ്രശ്നത്തിന്റെ പരിഹാര മാർഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത് മതവും വിശ്വാസവും ഒഴിച്ചു നിർത്തിയുള്ള ഒരു രാഷ്ട്രീയ പരിഹാരം മാത്രമേ ഇവിടെ സാധ്യമാവുകയുള്ളൂ. അതിന് എനിക്ക് തോന്നുന്നു ആദ്യം വേണ്ടത് മനുഷ്യനാവുക എന്നതാണ്. ആ മനുഷ്യനാവുക എന്ന പ്രവൃത്തി അത്ര ലളിതമല്ല, എളുപ്പമല്ല. അത് കാലങ്ങളിലൂടെ പരിവർത്തിച്ച് മാത്രം വരുന്ന ഒന്നാണ്. അതായത് നമ്മൾ ഇവിടെ ചരിത്രം മറക്കേണ്ടി വരും. ചരിത്രത്തിന്റെ കുയ്തോണ്ടി പരിശോധിക്കുമ്പോൾ അധിനിവേശത്തിന്റെ കുറ്റപ്പെടുത്തലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും ചരിത്രം വൈതെറ്റിയാണ് സഞ്ചരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വർത്തമാന കാലത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു ഏണി വെച്ചാണ് ഇവിടെ നമ്മൾ കയറേണ്ടത്. ഇവിടെ വൈകാരികമല്ല, വൈചാരികമായ ഒരു വിചിന്തനമാണ് അതിന് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കൃത്യമായിട്ടും അറിയാം, ഇനിയൊരു കാരണവശാലും അയൽക്കാരെ രണ്ടു കൂട്ടർക്കും മാറ്റാൻ കഴിയില്ല.
ഇവിടെ അതുകൊണ്ടൊരു പോസിറ്റീവായിട്ടൊരു ഓപ്ഷനാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. രണ്ടു കൂട്ടരും വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇസ്രായേൽ തീർച്ചയായിട്ടും വിട്ടുവീഴ്ച ചെയ്യും. കാരണം അവരൊരു സിവിലൈസ്ഡ് പീപ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ ഒരു മിലിറ്ററി സെറ്റിൽമെന്റ് കൊണ്ട് ഈ പ്രശ്നം തീർക്കാൻ സാധ്യമല്ല. ഇവിടെ തലമുറയിലൂടെ വിഷം കുത്തിവെക്കുന്നത് ആദ്യം ഒഴിവാക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു പുതിയ ജനത സംജാതമാവും. ആ പുതിയ ജനങ്ങൾ എല്ലാം മറക്കും. അത് നമ്മൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും ബന്ധശത്രുക്കളായിരുന്നു. വിയറ്റ്നാം അമേരിക്ക ബന്ധശത്രുക്കളായിരുന്നു. അതേപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തില് ആദ്യമായി അമേരിക്ക അണുബോംബ് പരീക്ഷിച്ച് നശിപ്പിച്ച ജനതയാണ് ജപ്പാൻ. ഇപ്പം അവർ സുഹൃത്തുക്കളാണ്. അതായത് തലമുറകളുടെ ഈ വിഷം പകർന്നു നൽകുന്നത് നിർത്തിയാൽ ഒരുപക്ഷെ ഒരു പുതിയ ജനത സംജാതമാവുകയും അതേപോലെ തന്നെ അവിടെ സമാധാനം സാധ്യമാവുകയും ചെയ്യും. അതേപോലെ ഈ ടെമ്പിൾ മൗണ്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് 3 കൂട്ടർക്കും അനുയോജ്യമായ ദേവാലയം പണിയട്ടെ. എന്നിട്ട് 3 കൂട്ടരും ആരാധിക്കട്ടെ. 3 കൂട്ടരും പറയുന്നത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ദേവാലയം എന്നാണെന്ന്. അല്ലെങ്കിൽ ഒരു മ്യൂസിയം പണിയട്ടെ. അല്ലെങ്കിൽ ഒറ്റ രാജ്യമായിട്ട് ഇസ്രായേൽ പലസ്തീനൊക്കെ ഉൾപ്പെടുന്ന ഒറ്റ രാജ്യമായിട്ട് നിലനിർത്തി പോരട്ടെ. അതിനൊക്കെ വേണ്ടത് ഇവിടെ മാനവികമായ ഒരു പരിവർത്തനമാണ് എന്ന് സാരം. ഇനി അഥവാ ഇസ്രായേല് ഫലസ്തീൻ വിട്ട് പോവുകയാണെന്ന് വെക്കുക. ഞങ്ങൾക്ക് ഈ രാജ്യമൊന്നും വേണ്ട, പശ്ചിമേഷ്യയിൽ ഞങ്ങൾ പോയിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പം PLOയുടെ ഫത്താ പാർട്ടിയും ഹമാസും അടി തുടങ്ങും. അതായത് ഇസ്ലാമിൽ ഐക്യം എന്നത് ഇസ്ലാമിലും ഇസ്ലാമിന്റെ രാജ്യത്തും എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. മുഹമ്മദിന്റെ കാലത്തും അതേപോലെ തന്നെ മുഹമ്മദിന്റെ ശേഷവും ഒക്കെ തന്നെ എല്ലാത്തിനും അടികൂടിയ ഒരു ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. മുഹമ്മദ് മരിച്ച് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എല്ലാവരും ആ കുഴികുത്തി മാടി മൂപ്പരെ മറവ് ചെയ്യാനല്ല നോക്കിയത്. അടുത്ത ഖലീഫ ആരായിരിക്കുമെന്ന് തർക്കം തുടങ്ങി. മുഹമ്മദിന്റെ ശവശരീരം 3 ദിവസം വരെ അഴുകിക്കിടന്നു എന്ന ചരിത്രം അന്ന് തുടങ്ങി. അതിനു മുമ്പും തുടങ്ങി, എന്നും തുടരുന്നു. ഇസ്ലാമിൽ അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഈ അധികാര തർക്കവും തല്ലുകൂടലും. ഖലീഫയുടെ മരണമൊക്കെ നമ്മൾ നോക്കുന്ന സമയത്തിൽ ഓരോ ഖലീഫമാരും വധിക്കപ്പെട്ടത്, അബൂബക്കർ വെച്ച് ബാക്കി ഓരോ ഖലീഫമാരും വധിക്കപ്പെട്ടത് എങ്ങനെയായിരുന്നു നോക്കിയാൽ അവരൊക്കെ മുസ്ലിങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയിട്ടാണ് മരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ജമൽ യുദ്ധം, 18,000 പേര് ആൾക്കാരത്തോളം മരിച്ച ജമൽ യുദ്ധം നയിച്ചത് ആരൊക്കെ തമ്മിലാണ്? മുഹമ്മദിന്റെ ഭാര്യയായ ആയിഷയും മുഹമ്മദിന്റെ മരുമകനായ അലിയും തമ്മിൽ. ഇവിടെ അള്ളാഹു ആദ്യ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇവർക്കൊക്കെ സ്വർഗം വാഗ്ദാനം ചെയ്തതാണ്, ഇവരൊക്കെ നേരിട്ട് സ്വർഗത്തിൽ എത്തുമെന്ന്. പക്ഷേ വിശ്വസിച്ചവർ പരസ്പരം യുദ്ധം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പരസ്പരം കൊല്ലുകയാണെങ്കിൽ സ്വർഗത്ത് പോവില്ല എന്ന് 2 സ്ഥലത്ത് ഖുർആനിൽ അങ്ങനെയും പറയുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നം വന്നു. അതേപോലെ തന്നെ സിഫീൻ യുദ്ധം, ഈ അബു സുഫിയാന്റെ മകനായ മുആവിയയും അലിയും തമ്മിൽ നടന്ന യുദ്ധം, 1000 മരിച്ചു. ഇതും മുസ്ലിങ്ങൾ തമ്മിലാണ്. അതേപോലെ കർബല യുദ്ധം, ഈ അബു സുഫിയാന്റെ മകനായ മുആവിയുടെ മകൻ യസീദും അതേപോലെ മുഹമ്മദിന്റെ മകളുടെ മകനായ ഹുസൈൻ തമ്മിൽ നടന്ന യുദ്ധം. ഇതിൽ ഹുസൈന്റെ തല കിട്ടിയില്ല, ഉടല് മാത്രമാണ് പിന്നെ മദീനയിലേക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നത്. അവര് യസീദ് ആ കാലഘട്ടത്തിൽ മുഹമ്മദിന്റെ വംശീയ പരമ്പരകളെ മൊത്തം കൊന്നൊടുക്കിയ ശേഷം മുആവിയം പരമ്പരയാണ് ഇന്ന് കാണുന്ന മുസ്ലിം എന്ന് സാരം. ഇങ്ങനെ സമകാലിക മുസ്ലിം രാജ്യങ്ങളിലേക്ക് നമ്മൾ കണ്ണോടിച്ചാലും ഇത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സംസ്കാരത്തിന്റെ ഈറ്റില്ലമായ ഈജിപ്തിന്റെ ഇന്നത്തെ സ്ഥിതി, പഴയ സംസ്കാരവും നാഗരികയും പൂത്തുലഞ്ഞ സിറിയയുടെ ഇന്നത്തെ സ്ഥിതി, അതേപോലെ ബാബിലോണിയൻ സംസ്കാരത്തിന്റെയും മെസോമൊട്ടോമൻ സംസ്കാരത്തിന്റെയും കളിത്തൊട്ടിലായ ഇറാഖിന്റെ സ്ഥിതി, അതേപോലെ ലെബനോൻ, ലിബിയ, ഇറാൻ, അഫ്ഗാൻ തുടങ്ങി ഒരു കാലത്ത് സാംസ്കാരികപരമായിട്ട് വളരെ മുന്നോട്ട് നിന്ന ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഇന്നത്തെ സ്ഥിതി പരസ്പരം കൊന്നും കൊല വിളിച്ചും മുന്നേറുന്നതാണ്. അതായത് ഏതെങ്കിലും രാജ്യത്ത് ഇസ്ലാമിക രാജ്യം സമാധാനമുണ്ടെങ്കിൽ തന്നെ അത് ഏകാധിപതികൾ ഭരിക്കുന്ന അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും അനുവദിക്കാത്ത രാജ്യത്താണ് എന്ന് സാരം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഇസ്രായേൽ വിട്ടുപോയി ഫലസ്തീനികൾക്ക് മുഴുവൻ അധികാരം കൊടുത്താലും സ്ഥിതി ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് സാരം. ഇനിയിപ്പോ ഇത്രയും പറഞ്ഞത് കൊണ്ട് നിങ്ങളൊക്കെ ചോദിക്കും, ഞാൻ ജൂതപക്ഷത്താണോ എന്ന്. മതപരമായി മറ്റു മതങ്ങളെ നോക്കുന്ന സമയത്ത് ഒട്ടും മെച്ചമില്ലാത്ത മതം തന്നെയാണ് ജൂതമതം. ഒരിക്കലും അവരുടെ പക്ഷത്തല്ല. ഇപ്പോൾ ഗാസയിൽ നടക്കുന്ന അക്രമങ്ങളെ ഒരു കാരണവശാലും ന്യായീകരിക്കുന്നില്ല, അവരുടെ കൂടെ നിൽക്കുന്നില്ല. കാരണം യുദ്ധം ഒന്നിനും പരിഹാരമല്ല. ഒരു യുദ്ധത്തിൽ ആരും ജയിച്ചിട്ടില്ല, മനുഷ്യന്മാർ മരിക്കുകയേ ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ ഒന്നും അറിയാത്ത ജീവിച്ചു തുടങ്ങുന്ന, ഇനിയും ജീവിക്കാൻ കുറെ കാലം ബാക്കിയുള്ള പിഞ്ചു പൈതങ്ങളെ 6000-ഓളം പേർ ഇപ്പോഴും മരിച്ചു, കാലങ്ങളായി മരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും അവരുടെ കൂടെയല്ല. പക്ഷേ ഹമാസ് പോലുള്ള ഇത്തരം ഭീകര സംഘടനകൾ ചെയ്യുന്ന പ്രവർത്തികളാണ് അവർക്ക് ന്യായീകരണമായി മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും ബ്രിട്ടനും പോലുള്ള രാജ്യങ്ങൾ അവരുടെ ഭാഗത്ത് നിൽക്കുന്നതും. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ആക്രമണങ്ങളിലൂടെയാണ് അവർ പിൽക്കാലത്ത് കൂടുതൽ ഭൂപ്രദേശങ്ങൾ പിടിച്ചടക്കിയതും എന്ന് നമുക്കറിയാം. അതായത് ഈ ഇസ്ലാം ഭീകരത
പണ്ടും ഇന്നും തുടങ്ങി എല്ലാ രാജ്യങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പല രാജ്യങ്ങളും ഇസ്ലാമിനെ അംഗീകരിക്കാതെ ഈ ഇസ്രായേലിന്റെ പക്ഷത്തേക്ക് ചേരുന്നതിന് സാരം. ഇവിടെ നെതന്യാഹു പണ്ട് പറഞ്ഞത് ഓർമ്മയിൽ വരുന്നു, പശ്ചിമേഷ്യയിൽ സമാധാനം പുലരണമെങ്കിൽ അറബ് രാഷ്ട്രങ്ങൾ ആദ്യം ആയുധം താഴെ വെക്കണം. അതല്ല, ഇസ്രായേൽ ആദ്യം ആയുധം താഴെ വെച്ചാൽ ഇസ്രായേൽ എന്ന ഒരു രാജ്യം പിന്നെ ഭൂമുഖത്ത് അവശേഷിക്കില്ല. അതായത് എനിക്ക് അവസാനം പറയാനുള്ളത്, രണ്ട് ഭ്രാന്തിന്റെ അല്ലെങ്കിൽ രണ്ട് മണ്ടത്തരങ്ങളുടെ സംഘർഷമാണ് ഫലസ്തീൻ പ്രശ്നം. അവസാനത്തെ ജൂതനെയും കൊല്ലുന്ന ഒരു കാലം വരുമെന്ന് കിനാവ് കണ്ട, സ്വപ്നം കണ്ട 6-ാം നൂറ്റാണ്ടിലെ വർഗീയവാദി മുഹമ്മദിന്റെ ഇത്തരം ഭ്രാന്തിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് അടുത്ത തലമുറയ്ക്ക് ആ ഭ്രാന്തിനെ പകർത്തി വെക്കാതെ നാം അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക വിശ്വാസികൾ വിശ്വസിക്കുന്നത് പോലെ മുഹമ്മദിന്റെ നെഞ്ചുകീറി ആടിനെ വെക്കാൻ പോയ സമയത്ത് കുഞ്ഞു മുഹമ്മദിന്റെ മാലാക വന്ന് നെഞ്ചുകീറി ഒരു കറുത്ത കട്ട പുറത്തേക്ക് വലിച്ചെറിഞ്ഞ പോലെ ഇസ്ലാം വിശ്വാസികൾ അവരുടെ തലക്കകത്ത് കോഡ് ചെയ്യപ്പെട്ട ജൂതവിരോധം എന്ന സോഫ്റ്റ്വെയർ ആദ്യം വലിച്ചെറിയേണ്ടതുണ്ട്. കാലഹരണപ്പെട്ട ഇത്തരം കെട്ടുകഥകൾ തലയിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് അവിടെ ശാസ്ത്രീയ അവബോധം വളർത്തുകയാണെങ്കിൽ തീർച്ചയായും ഈ ലോകം തന്നെ നമുക്ക് സ്വർഗമാക്കി മാറ്റാൻ പറ്റും. അതല്ല, ഇത്തരം കഥകൾ നമ്മൾ തുടരുകയാണെങ്കിൽ ഇത്തരം നരകങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.